Su-57 നിങ്ങൾക്ക് വാങ്ങാം. എന്നാൽ Su-57 വാങ്ങി എനിക്കെതിരെ നിങ്ങളത് ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലായാൽ ആ വിമാനത്തെ നശിപ്പിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. ആ വിമാനങ്ങൾ ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ വിമാനങ്ങളെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന ഒരു ഫ്രഷായ മുന്നറിയിപ്പാണ് ഒരു രാജ്യം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉക്രൈനാണോ ഈ മുന്നറിയിപ്പ് നൽകിയത്? പാകിസ്ഥാൻ, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ. Su-57 നിങ്ങൾ വാങ്ങുക, യാതൊരു പ്രശ്നവും ഇല്ല. റഫേലിനെ തന്നെ ആക്രമിച്ച് ഞങ്ങളെ കൊണ്ട് Su-57 ആകാശത്തിൽ പറക്കുന്നതിന് മുൻപ് തന്നെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വളരെ അടുപ്പമുള്ള വ്യക്തി, അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉപദേഷ്ടാവായ വ്യക്തികൾ, പാകിസ്ഥാന്റെ ന്യൂക്ലിയർ സൈറ്റ്സ് ആൻഡ് മിലിറ്ററി ബേസിലേക്ക് ആക്സസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തികൾ അടുത്തിടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നതും 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. Su-57 ഇന്ത്യയിലേക്ക് വരുന്നത് കൊണ്ട് പാകിസ്ഥാൻ എന്താണ് പ്രശ്നം? മാത്രമല്ല, ഒരു 114 റഫേൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അവർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. റഫേൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രശ്നം പിന്നെ പാകിസ്ഥാന് വരാനില്ല. ഇങ്ങനെ റഫേലിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്സും പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും പാകിസ്ഥാന് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. വീഡിയോയിലേക്ക് ആഴത്തിൽ കടക്കുന്നതിന് മുൻപ് ചെറിയൊരു മെസ്സേജ് നൽകാം. റഫേലിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പാകിസ്ഥാൻ 6 റഫേൽ വിമാനങ്ങളെ നശിപ്പിച്ചു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ അനുയോജ്യമല്ല. കാരണം ഓരോ തവണയും റഫേലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പലരും പറയുന്ന ഒരു കാര്യം പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയ വിമാനമല്ല എന്നാണ്. ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതിന് ശേഷം പോലും ഇപ്പോഴും ഇക്കാര്യത്തെക്കുറിച്ച്, അതായത് നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ പ്രൊപ്പഗണ്ടയായി സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. കാരണം ഈ ഒരു വീഡിയോയിലൂടെ റഫേൽ കാരണം പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. ആദ്യം 2 പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് അറിയാം. ഒന്ന് സെർവാൻ അലി, രണ്ടാമത്തേത് ബിലാൽ ഖാൻ. ഈ 2 വ്യക്തികളും പാകിസ്ഥാന്റെ ഡിഫൻസ് ഫോറംസിന്റെ ഹെഡും ചീഫുമായിട്ടുള്ള വ്യക്തികളാണ്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ മിസൈൽ സൈറ്റ്സിലേക്കും പാകിസ്ഥാന്റെ ചില പ്രധാനപ്പെട്ട ബേസസിലേക്കും വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള ആർമി ചീഫ്, അവിടെയുള്ള സൈനിക അധികാരികൾക്ക് ഉപദേഷ്ടാക്കളായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ. ഈ 2 വ്യക്തികളും കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് 2 വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. ആദ്യം സെർവാൻ അലി പറഞ്ഞ അഭിപ്രായത്തിലേക്ക് പോകാം. Su-57 കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ Su-57 പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ, റഷ്യ സംബന്ധിക്കുന്ന അപ്ഡേറ്റ്സ് ഒരുപാട് തന്നെ വരുന്നുണ്ട്. എത്ര പേർ ഇത് ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ എത്ര പേരിലേക്ക് ഈ വാർത്ത എത്തുന്നു എന്നൊന്നും അറിയില്ല. 3 ദിവസങ്ങൾക്ക് മുൻപ് പോലും HAL പ്ലാന്റിനെ കുറിച്ച് റഷ്യ അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റിനോട് സംസാരിച്ചിട്ടുണ്ട്. മിനിമം ചേഞ്ചസ് ചെയ്താൽ മതി. Su-57 ഇന്ത്യയിൽ വെച്ച് തന്നെ നിർമ്മിക്കാൻ കഴിയും, നാഷിക് പ്ലാന്റിൽ വെച്ച് നിർമ്മിക്കാൻ കഴിയുമെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വരുമെന്ന രീതിയിൽ ഇന്ത്യയെക്കാളും റഷ്യ ഇക്കാര്യത്തിൽ വളരെ തീവ്രമായി ഇറങ്ങിയിരിക്കുകയാണ്. ഈ വാർത്ത നമ്മൾ ഇന്ത്യക്കാരിൽ എത്തുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ പാകിസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യക്കാരായിക്കോട്ടെ, ഇന്ത്യൻ സംബന്ധിക്കുന്ന വാർത്തകളായിക്കോട്ടെ, പാകിസ്ഥാന്റെ മണ്ണിൽ ഇപ്പോൾ വാടകയില്ല താമസിക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. ഇങ്ങനെ ഒരു വാർത്ത പാകിസ്ഥാനിൽ റീച്ച് ആയതും അവിടെയുള്ള ഈ ലോക്കൽ മീഡിയാസ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വ്യക്തികളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്ത്യ Su-57 വാങ്ങുകയാണല്ലോ, ഇത് വാങ്ങുന്നത് മൂലം പാകിസ്ഥാന് ഏത് തരത്തിലുള്ള ടാക്ടിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകും? കാരണം Su-57 ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. ഇതിനെങ്ങനെ പാകിസ്ഥാൻ കൗണ്ടർ ചെയ്യും എന്നൊരു കാര്യം ചോദിച്ചു. ഈ ചോദിച്ച ചോദ്യത്തിന് ഒരാൾ എന്ത് മറുപടി പറയണം? ഇതേ ഒരു ചോദ്യം ഇന്ത്യയോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ സംബന്ധിക്കുന്ന ഒരു അധികാരിയോട് ചോദിക്കുകയാണെങ്കിൽ വളരെ ഡീസെൻ്റായി തന്നെ അവരുടെ എത്തിക്സിനനുസരിച്ചുള്ള ഒരു മറുപടി പറയും. അതെ, അവർ വാങ്ങുന്ന പ്ലാറ്റ്ഫോംസ് അവർ വാങ്ങിക്കൊള്ളട്ടെ, നമ്മൾ നമ്മുടെ പവറിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം എന്നായിരിക്കും മറുപടി പറയുക. പക്ഷേ ഇവർ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയണ്ടേ? എന്താണ് വലിയ Su-57? Su-57 ഒക്കെ ഇന്ത്യ വാങ്ങുകയാണെങ്കിൽ പാകിസ്ഥാൻ അതിനെ ഭയപ്പെടണമെന്ന ആവശ്യമേ ഇല്ല. അതിനെ നശിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മുടെ പക്കലുണ്ട്. റഫേലിനെ ഡോമിനേറ്റ് ചെയ്ത ഞങ്ങളെ കൊണ്ട് Su-57 ഡോമിനേറ്റ് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇങ്ങനെ ആ ഒരു ടോണിലാണ് മറുപടി പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം അടുത്തൊരു ചോദ്യം ചോദിച്ചു. ശരി, നിങ്ങൾ Su-57 ഡോമിനേറ്റ് ചെയ്യും, എങ്ങനെയാണ് നിങ്ങൾ ഡോമിനേറ്റ് ചെയ്യുക? അതിനുള്ള ഓപ്ഷൻസ് എന്തെല്ലാം? അല്ലെങ്കിൽ Su-57 നിങ്ങൾ എങ്ങനെയെല്ലാം ന്യൂട്രലൈസ് ചെയ്യും എന്ന് ചോദിച്ചു. അതെല്ലാം ഗവൺമെന്റിന്റെ സീക്രട്സ് ആണ്. ഞങ്ങളുടെ പക്കൽ ഒരുപാട് ഇൻറ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പ്രധാനമായും ചൈനയുടെ HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം, പാകിസ്ഥാന്റെ JF-17, J-10C ഇങ്ങനെയുള്ള യുദ്ധവിമാനങ്ങൾ ഒരു ഇൻറ്റഗ്രേറ്റഡ് നെറ്റ്വർക്കായി ഫോം ചെയ്ത് ഞങ്ങളെ കൊണ്ട് Su-57 വേട്ടയാടാൻ സാധിക്കും.
ഹിമാലയൻ ടെറൈനെ മിലിറ്ററൈസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യ നടത്തുന്നുണ്ട്. ആ ഹിമാലയൻ ടെറൈനിൽ ഏതെങ്കിലും ഒരു ഫോറിൻ ഓബ്ജക്ട്സ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ പാകിസ്ഥാന് എതിരെ ഉപയോഗിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും മതി, ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇന്ത്യ ഞങ്ങളിൽ ആ സ്ട്രൈക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്യും, അതിനെ ഗസ് ചെയ്ത് ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ കളിയാക്കുന്ന ടോണിൽ ഒരു മറുപടി പറഞ്ഞു. അപ്പോൾ ഇവരുടെ അഭിപ്രായം അല്ലെങ്കിൽ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ Su-57 ഉപയോഗിച്ചാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാലും പ്രശ്നമില്ല, ഞങ്ങളെ കൊണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ വളരെ ഈസിയായ അഭിപ്രായം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് രണ്ടാമത്തെ വ്യക്തി സംസാരിച്ചതിലേക്ക് പോകാം. എന്നിട്ട് ഇവ രണ്ടും ചേർത്ത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. രണ്ടാമത്തെ വ്യക്തി മുഹമ്മദ് ബിലാൽ ഖാൻ. ഇദ്ദേഹത്തെക്കുറിച്ച് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. ഇദ്ദേഹം നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ് റഫേലിനെ കുറിച്ചാണ് പറഞ്ഞത്. റഫേലിനെ കുറിച്ച് ഇന്ത്യയിൽ തന്നെ നെഗറ്റീവ് മൈൻഡ് സെറ്റിലുള്ളവരുണ്ട്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് റഫേൽ ഇൻഡസ്ട്രീസ് നൽകിയിട്ടുണ്ട്. അതായത് ഒരു റഫേൽ വിമാനം താഴെ ഡൗൺ ആയിട്ടുണ്ട്, അതും ടെക്നിക്കൽ മാൽ ഫംഗ്ഷൻ കാരണം താഴെ ഡൗൺ ആയിട്ടുണ്ടെന്ന സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. എന്നാൽ ഇപ്പോഴും പാകിസ്ഥാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വേറെയാണ്. ഇപ്പൊ അടുത്തിടെ പോലും ഏഷ്യൻ കപ്പ് ക്രിക്കറ്റിലൊക്കെ ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റർ 6-0 എന്ന രീതിയിൽ വന്നപ്പോൾ അത് വലിയ വിവാദപരമായ കാര്യങ്ങളായി മാറി, ഒരു സെൻസിറ്റീവായ കാര്യമായി തന്നെ മാറി. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, റഫേൽ വിമാനങ്ങൾ അത്രത്തോളം ഇൻകാപ്പബിൾ ആണെങ്കിൽ പാകിസ്ഥാൻ ഇത്രത്തോളം ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഒരു പ്ലാറ്റ്ഫോമിനെ കണ്ട് ഒരാൾ ഭയപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് അവർ ഒരുപാട് പാനിക് ആകുന്നുവെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ പ്ലാറ്റ്ഫോം കാരണം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു മികച്ച സ്റ്റേറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റിയാലിറ്റിയെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് സംസാരിച്ചിരുന്നു, പോഡ്കാസ്റ്റിൽ സംസാരിച്ചു. ഇതിന്റെ ആക്സസ് നമുക്കില്ല. ഇദ്ദേഹം പറഞ്ഞത് 114 റഫേൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങാനുള്ള ഒരു ഓർഡർ ഫ്രാൻസുമായി ചേർന്ന് എത്രയും പെട്ടെന്ന് മേക്ക് ചെയ്യും, തീരുമാനിക്കാൻ പോകുന്നു. മാത്രവുമല്ല 30-ലധികം എയർക്രാഫ്റ്റ്സ് നമ്മൾ ഇതിനകം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ 26 നേവൽ വേരിയന്റും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പാകിസ്ഥാൻ എങ്ങനെ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഈ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്നത്. വളരെ നല്ല കാര്യങ്ങൾ അതിൽ സംസാരിച്ചു. അതായത് പാകിസ്ഥാനെ കുറിച്ചുള്ള പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ഉണ്ടായിരുന്നു. പ്രധാനമായും അതിൽ പറഞ്ഞത് ഇന്ത്യ 114 റഫേൽ വിമാനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ താല്പര്യമാണ്. ഇപ്പോൾ നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യണം. അല്ലെങ്കിൽ മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, റഷ്യയുടെ പക്കൽ നിന്നും Su-30 വാങ്ങിയപ്പോഴും റഷ്യയുടെ പക്കൽ നിന്നും MiG-29 വിമാനങ്ങൾ വാങ്ങിയപ്പോഴും ഇന്ത്യ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ന്യൂമറിക്കൽ അഡ്വാൻറ്റേജസ് അവിടെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെറൈൻസിനെ ഡോമിനേറ്റ് ചെയ്യുന്നതിന് കൂടുതൽ വിമാനങ്ങൾ ആവശ്യമാണ്. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഒരു ഫ്ലൈറ്റ് പറക്കുകയാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഒരു വെപ്പൺ സംബന്ധിക്കുന്ന പോരാട്ടം സംഭവിക്കുമ്പോൾ കൂടുതൽ നമ്പേഴ്സ് ആരുടെ പക്കലാണ് ഉള്ളത്, അവർക്കായിരിക്കും നേട്ടം കൂടുതൽ. കാരണം കാലാവസ്ഥാ മാറ്റവും കടലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും നമുക്ക് ഇവിടെ ഗസ് ചെയ്യാൻ കഴിയില്ല. കൂടാതെ ഇന്ത്യൻ വ്യോമസേന എടുത്താൽ പാകിസ്ഥാന്റെ 2 മടങ്ങ് കൂടുതലാണ്. 2 മടങ്ങ് എന്നതിനേക്കാളും ഇന്ത്യയുടെ പക്കലുള്ളതിൽ 1/3 വിമാനങ്ങൾ മാത്രമാണ് പാകിസ്ഥാന്റെ പക്കലുള്ളത്. അതിനെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് നിർമ്മിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും നമ്മെ കൊണ്ട് ഇന്ത്യയെ ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ അസറ്റ്സുമായി മാച്ച് ആക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ 114 യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങാൻ പോവുകയാണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യുന്നതിനുള്ള കൗണ്ടർ പ്ലാറ്റ്ഫോംസ് വാങ്ങേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. നമ്മുടെ പക്കൽ ഇപ്പോൾ J-10C വിമാനങ്ങളുണ്ട്, JF-17 ഉണ്ട്, HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. വീണ്ടും ഭട്ട പോലെ ഒരുപാട് ഇൻറ്റഗ്രേറ്റഡ് ഡിഫൻസ് സിസ്റ്റവും ഇൻറ്റഗ്രേറ്റഡ് മിസൈൽ സിസ്റ്റവും നമ്മുടെ പക്കലുണ്ട്. ഇവയെല്ലാം നമ്മൾ ഓരോന്നായി കണക്ട് ചെയ്താൽ ഇന്ത്യക്കെതിരെയുള്ള കൗണ്ടർ ഓപ്ഷൻ നമുക്ക് കൊണ്ട് എടുക്കാൻ കഴിയും. എന്നാൽ ഇവിടെ പ്രശ്നം ആരംഭിക്കുന്നത് നമ്മൾ റഫേലിന്റെ ഡോമിനൻസ് ഓപ്പറേഷൻ സിന്ധൂരിൽ കണ്ടതാണ്. എത്ര തന്നെ നമ്മുടെ മീഡിയാസ് ഒക്കെ ക്ലെയിം ചെയ്താലും, അതായത് റഫേൽ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയതായി ഒരുപാട് വാർത്തകൾ മീഡിയാസ് പുറത്തുവിട്ടാലും അതിന്റെ പ്രൂഫ് ഒന്നും നമ്മുടെ പക്കലില്ല. ഈ പ്രൂഫ് ഇല്ല എന്നതിനപ്പുറം ലോക്കലിലുള്ള ഒരുപാട് കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടിയും ആ കാര്യങ്ങളെ ഡൈല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഗവൺമെന്റ് തന്നെ റഫേലിന്റെ പ്രൊപ്പഗണ്ട റൺ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതാണ്, ഞാൻ പറയുന്നതല്ല. ഈ ഗവൺമെന്റ് റൺ ചെയ്യുന്ന പ്രൊപ്പഗണ്ട, ഗവൺമെന്റ് പുറത്തുവിടുന്ന വാർത്തകൾ എന്നത് സത്യത്തിൽ സംഭവിക്കുന്ന സാഹചര്യത്തിനും ഭാവിയിൽ നടക്കാൻ പോകുന്ന വാർഫെയറിനും ഇടയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവർ പറയുന്ന കാര്യങ്ങൾ കാരണം പാകിസ്ഥാൻസ് എല്ലാവർക്കും ഉള്ളൊരു മൈൻഡ് സെറ്റ്, റഫേലിനെ നമ്മൾ ഡോമിനേറ്റ് ചെയ്തു, റഫേലിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്, റഫേലിനെ പാകിസ്ഥാൻ ഓവർ റൺ ചെയ്തു എന്ന് ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്യുവർ അനലിസ്റ്റ് അല്ലെങ്കിൽ സൈനികം സംബന്ധിക്കുന്ന ഗവേഷണം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ വിഷയങ്ങളൊന്നും നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ റഫേൽസിനെ ഡോമിനേറ്റ് ചെയ്തു എന്ന് തന്നെ ചിന്തിക്കുക, അല്ലെങ്കിൽ റഫേൽ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഷോട്ട് ഡൗൺ നിങ്ങളുടെ രാജ്യം ചെയ്തു എന്ന് തന്നെ ചിന്തിക്കുക. അത് ഒന്നാമത്തെ ദിവസം ചെയ്ത് നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല?
ഇങ്ങനെ അദ്ദേഹം തന്നെ ഒരു ചോദ്യം ചോദിച്ചു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞതാണ്. ആദ്യം പറഞ്ഞത് Su-57 ഷോട്ട് ഡൗൺ ആണ്, മറ്റൊരു വശത്ത് പറഞ്ഞത് റഫേൽ വിമാനങ്ങളെ നമ്മൾ ഡോമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ നമുക്കൊണ്ടത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഭാവിയിൽ അവർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനേക്കാളും പ്രശ്നം വരും. ഇനി നമ്മുടെ സ്റ്റാൻഡിലേക്ക് വരാം. വ്യക്തമായ ഒരു കാര്യം പറയാം. റഫേൽ വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയില്ല. ആ ടോപ്പിക്കിനുള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ഒരുപാട് തവണ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു, ക്ലാരിഫിക്കേഷൻസ് നൽകിയിട്ടുണ്ട്. ടെക്നിക്കൽ അവിടെ എന്ത് സംഭവിച്ചു, എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ വന്നു എന്നുള്ളത് ഒരു 4-5 വീഡിയോസിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ റിയാലിറ്റിയിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു, എന്താണ് ഉള്ളതെന്ന് അറിയാം. ഇപ്പോൾ പാകിസ്ഥാന്റെ ക്ലെയിം തന്നെ നോക്കാം. ഒരു 6-10 വിമാനങ്ങൾ ഡൗൺ ചെയ്തു എന്ന് തന്നെ ചിന്തിക്കുക. ആദ്യത്തെ ദിവസം നമുക്കൊരു ഓപ്പറേഷണൽ ഫ്രീഡം നൽകിയിട്ടില്ലായിരുന്നു. അത് നമ്മുടെ ഭാഗത്തുള്ളൊരു തെറ്റ് തന്നെയാണ്, അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. നമുക്കൊരു ഫ്രീഡം നൽകിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് ആദ്യത്തെ കാര്യം. സത്യത്തിൽ ഇതിൽ ഗവൺമെന്റിനെയും കുറ്റം പറയാൻ കഴിയില്ല. നമ്മൾ ലിമിറ്റഡ് സ്ട്രൈക്ക് ചെയ്യണം എന്നുള്ളതിന് വേണ്ടി നമുക്ക് ചില മിഷൻ കണ്ടീഷൻസും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. അതിനെ ഫോളോ ചെയ്താണ് നമ്മൾ പ്രവർത്തിച്ചത്. പക്ഷെ ഇതിൽ നമ്മൾ ചെയ്തൊരു വലിയ തെറ്റ്, സിറ്റുവേഷണൽ അവയർനെസ് എന്നത് പൂർണ്ണമായും അവിടെ ബ്ലൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്കുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ ഗവൺമെന്റിനെയും കുറ്റം പറയാൻ കഴിയില്ല, ഇന്ത്യൻ എയർഫോഴ്സിനെയും കുറ്റം പറയാൻ കഴിയില്ല. ആദ്യത്തെ ദിവസം നമുക്ക് ചില മൈനർ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ പറഞ്ഞ ക്ലെയിം സത്യമാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ ശരിക്കും റഫേലിനെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇത്രത്തോളം നിലവിളിക്കേണ്ട കരയേണ്ട ആവശ്യമൊന്നുമില്ല. 30 റഫേൽ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഇത്രത്തോളം ഒരു വലിയ പ്രശ്നം അവർക്ക് നൽകിയപ്പോൾ 114 റഫേൽസ് കൂടെ 26 നേവൽ വേരിയന്റ് ഇവയെല്ലാം വരികയാണെങ്കിൽ മൊത്തം കണക്കെടുത്ത് നോക്കുക, 160-ൽ കൂടുതൽ കൗണ്ട് പോകുന്നുണ്ട്. 160, 170 യുദ്ധവിമാനങ്ങൾ, അതും റഫേൽ വേരിയന്റിൽ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഭയം നിറഞ്ഞൊരു കാര്യം പാകിസ്ഥാന് പിന്നെ ലഭിക്കാനേ ഇല്ല. കാരണം അതിന്റെ ക്യാപ്പബിലിറ്റി അവർക്ക് നന്നായി തന്നെ അറിയാം. റഫേലിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും അവർക്കറിയാം. അതവർ വ്യക്തമായി അറിഞ്ഞതാണ്. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം പ്രശ്നം സംഭവിക്കുമ്പോഴൊക്കെ 9 എയർബേസ് നശിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നമുക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ റഫേൽ വിമാനങ്ങളെ വെച്ച് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് മനസ്സിലായി. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഈ അനലിസ്റ്റുകളെല്ലാം സംസാരിക്കുന്നത്. അടുത്ത ചില ദിവസത്തിൽ നിങ്ങൾക്ക് നോക്കാം, റഫേൽ വാങ്ങാൻ പോകുന്നു എന്നുള്ള അനൗൺസ്മെന്റ് പുറത്തു വന്നാൽ നേരിട്ട് പാകിസ്ഥാന്റെ അധികാരികൾ തന്നെ സംസാരിക്കാൻ തുടങ്ങും. അനലിസ്റ്റ് എന്നതിനപ്പുറം അധികാരികൾ വരെയും സംസാരിക്കുന്ന തരത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യും, തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ Su-57 ഷോട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ റഫേൽ വിമാനങ്ങളെ കുറിച്ചുള്ള ഈ നെഗറ്റീവ് PR ചെയ്യുന്നതെല്ലാം പാകിസ്ഥാന്റെ ആ ഒരു ഭയത്തിന്റെ ഭാഗം മാത്രമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ആരും വലുതായി സംസാരിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ബാറ്റിൽ ഫീൽഡിൽ എന്ത് സംഭവിച്ചു, 2, 3, 4 ദിവസങ്ങളിൽ എന്തൊക്കെ പ്രശ്നം വന്നു എന്നുള്ളത് പാകിസ്ഥാന് മനസ്സിലായി. അവർ ഇപ്പോഴത്തേക്ക് പുറത്ത് ഫ്ലക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ചെയ്യാൻ കഴിയും? J-17, J-10C, PL-15, HQ-9 ഇതൊക്കെ മാത്രമേ ഫ്ലക്സ് ചെയ്യാൻ കഴിയൂ. എന്നാൽ അതിന്റെ സക്സസ് റേഷ്യോ വളരെ വളരെ കുറവാണ്. ഇവയെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു മിഷൻ പ്രൊഫൈലായി അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മളത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് കൂടിയും ലോക്കലിലുള്ള ഈ പാനിക്കിനെ ഒഴിവാക്കുവാനും പാകിസ്ഥാനിലുള്ള വ്യക്തികളെ സാറ്റിസ്ഫൈ ചെയ്യാനും വേണ്ടി ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുവേണ്ടിയാണ് പാകിസ്ഥാൻ സൈന്യവും അധികാരികളും എല്ലാം ശ്രമിക്കുന്നത്, ഇങ്ങനെയുള്ള കെട്ടുകഥകളെല്ലാം പുറത്തുവിടുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ട്രംപിനെ അടുത്തിടെ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ കണ്ട് സംസാരിച്ചിരുന്നു. ഇങ്ങനെ സംസാരിച്ചപ്പോൾ സൈനികം സംബന്ധിക്കുന്ന അധികാരികളും കൂടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു കാഴ്ച അപ്പോഴാണ് കാണുന്നത്. ഇതിനു മുൻപ് മറ്റു രാജ്യങ്ങളുടെ നേതാക്കന്മാർ സംസാരിച്ചപ്പോൾ പോലും ഡയറക്റ്റ് മീറ്റിംഗ് ഒക്കെ സംഭവിക്കുമ്പോൾ ഒന്നുകിൽ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റുമായി മീറ്റിംഗ് നടക്കും, അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റർ ചർച്ച ചെയ്യുകയാണെങ്കിൽ അവരുടെ കൊളീഗ് സംബന്ധിക്കുന്ന മീറ്റിംഗ് ആയിരിക്കും നടക്കുക. എന്നാൽ പാകിസ്ഥാനിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുക. അതായത് പാകിസ്ഥാനിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അവിടെ ആർമി ചീഫ് ഉണ്ടാകും, അല്ലെങ്കിൽ ഈ 3 സേനയുടെയും നേതാക്കന്മാരുണ്ടാകും. കാരണം അവിടെ ഗവൺമെന്റ് റൺ ചെയ്യുന്നത് ഡെമോക്രസി അല്ല, പൂർണ്ണമായും സൈനികം സംബന്ധിക്കുന്ന ഭരണമാണ് അവിടെ നടക്കുന്നത്. അവിടെയുള്ള പ്രൈം മിനിസ്റ്റർക്ക് വെറും പാവകൾ മാത്രമാണ്. അത്തരം ഒരു രാജ്യത്തിന്റെ സൈന്യം അവിടെ ചെയ്യുന്ന നെഗറ്റീവ് PRs എന്നത് ഇത്രത്തോളം ഉണ്ട്. അതൊക്കെയാണ് ഈ ക്രിക്കറ്റിലൂടെയും പുറത്തു വരുന്നത്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? Su-57 ഷോട്ട് ഡൗൺ ചെയ്യുന്നുവെന്ന് അവർ പറഞ്ഞത് വെറും ഒരു PR സ്റ്റണ്ട് മാത്രമാണ്. നമ്മൾ ചെയ്ത തെറ്റ് കാരണമാണ് ഇവരിങ്ങനെ പറയുന്നതെല്ലാം നമുക്ക് കേൾക്കേണ്ട ഒരു അവസ്ഥ പോലും വരുന്നത്. പ്രോപ്പറായി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ മുൻപ് തന്നെ ഓപ്പറേഷൻ ഫ്രീഡം നമുക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ വരില്ലായിരുന്നു, ഇവർക്ക് ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയും വരില്ലായിരുന്നു. അപ്പോൾ ഇതിനെ തന്നെ കാരണമായി കാണിച്ച് ഇതിന് പിന്നിൽ ഇത്ര വലിയ കെട്ടുകഥകൾ ക്രിയേറ്റ് ചെയ്ത് വലിയൊരു പ്രൊപ്പഗണ്ട പരത്തുന്നുണ്ട്. ശരിക്കും Su-57 അകത്തേക്ക് വന്നാൽ പാകിസ്ഥാനെ കൊണ്ട് അതിനെ ഡൗൺ ചെയ്യാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.